എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം വിദ്യയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും അതായത് വയലിനെക്കുറിച്ചും ഒരു സൈന്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ആ ശ്ലോകത്തിലേക്ക് കടക്കാം. ആലസ്യോപഹതാ വിദ്യ പരഹസ്തഗതൽ ധനം അല്പബീജഹതം ക്ഷേത്രം ഹതം സൈന്യമനായകം. ആലസ്യോപഹതാ വിദ്യ പരഹസ്തഗതം ധനം അല്പബീജഹതം ക്ഷേത്രം ഹതം സൈന്യമനായകം. ആലസ്യോപഹതാ വിദ്യ, അലസസ്യ കുതോ വിദ്യ എന്നൊരു ചൊല്ലുണ്ട്. അലസതയോടെയുള്ള വിദ്യ, അതായത് വിദ്യയുടെ താല്പര്യം അധികം കാണിക്കാതിരിക്കുക, അത് വലിയൊരു പ്രശ്നമാണ്. അറിവ് നമുക്ക് ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് വിദ്യക്കേറെ പ്രാധാന്യം കൊടുക്കണം. മുൻപ് സുഭാഷിതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ. അതുകൊണ്ട് അലസതയോടുകൂടി നമ്മൾ വിദ്യയെ കാണാൻ പാടില്ല എന്നിവിടെ സൂചിപ്പിച്ചു. പിന്നെ കൈവിട്ടു പോയതായ ധനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. പിന്നെന്താണ്? അല്പബീജഹതം ക്ഷേത്രം. വയലിലൊക്കെ നമ്മൾ ധാരാളം ധാന്യം വിതരണം, വിത്ത് ധാരാളം ഇടണം. അല്പം മാത്രം വിത്ത് ഇട്ടാൽ ചില സമയത്ത് അതൊക്കെ കിളികൾ കൊത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? കൂടുതൽ വിത്തുകൾ വയലിലൊക്കെ നിക്ഷേപിക്കുക. അപ്പോൾ കിളികൾ കൊത്തിക്കൊണ്ടുപോയാലും ബാക്കിയുള്ളത് കൊണ്ട് ധാന്യസമൃദ്ധി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ നായകനാണ്. ആ നായകൻ ഇല്ല എന്ന് ഘട്ടം വന്നാൽ സൈന്യത്തിന് നാശമാണ് സംഭവിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിദ്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ശ്ലോകം കൂടിയാണിത്. അപ്പോൾ ആ ശ്ലോകത്തെ കൂടി ചൊല്ലാം. ആലസ്യോപഹതാ വിദ്യ പരഹസ്തഗതം ധനം അല്പബീജഹതം ക്ഷേത്രം ഹതം സൈന്യമനായകം. നന്ദി, നമസ്കാരം.